അങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് അതിലുള്ള പൈസ എടുക്കാൻ പറ്റും അല്ലേ? അതെ. അപ്പൊ ഒരു രഹസ്യ അറയാണ്. എല്ലായിടവും ഒരേപോലെ തന്നെ ഇരിക്കുന്നു അല്ലേ? അതിന്റെ ചുറ്റിലെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ കൊമ്പടിഞ്ഞാലിലാണ്. ശില്പവിദ്യയില്, കൊത്തുപണികളില് തൻ്റെതായിട്ടുള്ള മികവ് തെളിയിച്ച ചിറക്കൽ രാജപ്പഞ്ചാന്റെ അരികിലാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങ് പുതുതായിട്ട് ഒരുപാട് നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. വളരെ പ്രത്യേകതയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താമോ? ഇത് ഫ്ലവർ സ്റ്റാൻഡ്. ഇതിന്റെ ടോപ്പ് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് കാശിടാം. ഇതില് ഫ്ലവർ സ്റ്റാൻഡ് മാത്രമല്ല, ഇതൊരു കുടുക്കയാണ്. കുടുക്കയും കൂടിയാ. പിന്നെ അത് തുറന്ന് എടുക്കേണ്ട സമയത്ത് അങ്ങനെ തുറക്കുമ്പോ നമുക്ക് അതിലുള്ള പൈസ എടുക്കാൻ പറ്റും അല്ലേ? അതെ. അപ്പൊ ഒരു രഹസ്യ അറയാണ്. എല്ലായിടവും ഒരേപോലെ തന്നെ ഇരിക്കുന്നു അല്ലേ? അതിന്റെ ചുറ്റിലെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. എല്ലാം ഒരുപോലെ ഇതിലാണ് ഇടുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടയ്ക്കുന്നു, ഈ ടോപ്പ് വെക്കുന്നു. ഇനി എന്താ കാണിക്കാനുള്ള? ഇനി ഇത് അതിതുപോലെ തന്നെയാണോ? ടോപ്പ് എടുക്കാം. ടോപ്പ് എടുക്കാം. ഇത് പൈസ മൊത്തത്തിൽ തിരിച്ച് ഇറക്കി എടുക്കാൻ പറ്റും അല്ലേ? പിന്നെ ഇതെല്ലാം ഒറ്റ കഷ്ണമാ. അതില് ഇട്ട് പണിതിരിക്കുന്ന ഈ ബോളൊക്കെ. ഓ ശരി ശരി. ഇതിനകത്ത് ഇട്ട് പണിതിരിക്കുന്ന ബോള്. ഇതൊക്കെ എത്ര ടച്ചായിട്ടുണ്ട്? ഇതൊക്കെ ദിവസങ്ങൾ പിടിച്ചതാ. പല ദിവസങ്ങള് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഒത്തിരി ശ്രമം എടുത്തു. അപ്പൊ 2 ഫ്ലവർ സ്റ്റാൻഡുകൾ. ആ ഫ്ലവർ സ്റ്റാൻഡുകൾ നമുക്ക് കുടുക്ക പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലാണ് രാജപ്പഞ്ചേട്ടൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ടിന്ന. ഇത് പൈസ ഇടാൻ. ഇതും സിഗരറ്റ് അടിക്ക. ഇത് പൈസ ഇടാനുള്ളതാ. എടുക്കണമെങ്കിൽ ഒറ്റത്തടിയിലുള്ള ഒരു ടിന്ന. ഇത് പൈസ ഇടാൻ. നിറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂടി നമുക്ക് മൂടി തുറക്കാൻ പറ്റും. ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന. ശരി. ഇത് ഒരു പൂട്ട് ഇതാണ്. ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയത്. ഒറ്റത്തടി. ഇത് പിടിപ്പിച്ചാ കേട്ടോ. ഇത് ഒറ്റത്തടിയാ. അത് ശരി. ഇതിനകം കാണാം. ഒറ്റത്തടിയെ തുളച്ചെടുത്തതാണ്. അപ്പൊ കൂടുതൽ ഒറ്റത്തടിയിൽ ചെയ്തിട്ടുള്ള ശില്പങ്ങളാണ് കൂടുതലുള്ളതല്ലേ? അതെ. അപ്പൊ വളരെ ഭംഗിയുള്ള ഫ്ലവർ സ്റ്റാൻഡുകള്, അതോടൊപ്പം തന്നെ പീഠം. ഒരു പീഠം, നിലവിളക്കൊക്കെ വെക്കാവുന്ന പീഠമാ. ഇത് രണ്ടും അതെ. പിന്നെ ഇത് പിള്ളേർക്ക്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പേന, പെൻസില് അങ്ങനെയൊക്കെയുള്ള ഇടാനുള്ള. അത് ശരി. ഒരു പേനയും പെൻസിലും ഒക്കെ ഇടാനുള്ള പിള്ളേർക്ക്. അതൊരു ബുക്കിന്റെ പോലെയാണല്ലേ? ബുക്ക് പോലെ. അതെ. പിന്നെ ഇതൊരു ഫ്ലവർ സ്റ്റാൻഡാണ്. ഇത് പിന്നെ തുറക്കാനൊന്നും പറ്റിയാലോ കേട്ടോ. ഇതിങ്ങനെ കൂട്ടി സെറ്റ് ചെയ്തിരിക്കുന്ന. ഇത് ഇതിനകത്തിട്ട് പണിതിരിക്കുന്ന. ശരി. പിന്നെ ഇത് ഈട്ടിയുടെ ഇത് ഡിസൈൻ കൊടുത്തിരിക്കുന്ന. പിന്നെ ഇതൊരു ഒറ്റത്തടിയിൽ ഇതത്തെ തന്നെ ഇട്ട് പണിതിരിക്കുന്ന. ജോയിന്റ് ഒന്നും അല്ല. ശരി. ഇതൊക്കെ എത്ര ദിവസം എടുക്കും? ഇതൊക്കെ ദിവസം പിടിച്ചു. അപ്പൊ രാജപ്പഞ്ചേട്ടന്റെ കരവിരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രിയും പകലും ഇരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ടതാ. വേറെ കൂടി ചെയ്യേണ്ട. ഇതെന്താ? ഇത് ഈയിടെ ഒരു കഷ്ണം കിട്ടിയപ്പോഴത്തേക്ക് ഒറ്റത്തടിയെ തീർത്ത റിങ്ങാ. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഉണ്ടാക്കിയത് ഇത്ര ആയിട്ടുവാ. ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ്. അതെ അതെ. ഇതിനൊക്കെ എന്താ വില പറയാ? ഇതിനൊക്കെ വില പറയാന്ന് പറഞ്ഞ ഇപ്പൊ എന്നെ. എന്തായാലും കൗതുകം. വളരെ കൗതുകത്തോട് കൂടിയിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവര് തീർച്ചയായും ഈ ഒരു ഐറ്റം മാത്രം ഞാൻ ഒറ്റ ദിവസമായിട്ടൊന്ന് പണത്. പിന്നെ ആയത് ആ ചുവട് ഭാഗം അല്ലേ? ഈ ബ്രാക്കറ്റുകള്. ഇതെല്ലാം ഈ വലിയ കഷ്ണങ്ങൾ കൈവാളിന് കീറി നൈസായിട്ട് കീറി എടുത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇതെല്ലാം. ഇത് അതുപോലെ തന്നെ കൈവാളിന് കീറി എടുത്തിട്ട് ഇതൊക്കെ 1-2 ദിവസം പിടിക്കും. ഇതൊക്കെ യന്ത്രങ്ങളൊന്നും ഇല്ലില്ല. എല്ലാം കൈപ്പണിയാ. മിനുക്കുന്നത് വരെ ഞാൻ പേപ്പറിന് കൈകൊണ്ടാ. അല്ലാതെ വേറെ യന്ത്രമൊന്നുമില്ല. സാൻഡറൊന്നും ഉപയോഗിക്കാറില്ല. ഡ്രില്ലില്ല, സാൻഡർ ഇല്ല, പ്ലൈനർ ഇല്ല, ഇതൊന്നുമില്ല. എല്ലാം കൈപ്പണിയാ.